ഹരിക്കുട്ടാ, നമ്മളെവിടെ പോകുക? ഞങ്ങൾ ഈ വെള്ളം ഇങ്ങനെ ചവിട്ടി വേണം പോകാൻ. ഇവിടെ എന്നാലും ഇല്ലേ അച്ചു നമ്മളവിടെ പോവാ, കടയിൽ പോവല്ലേ? ആ, ഞങ്ങൾ കടയിൽ പോവാണേ. എന്ത് വാങ്ങാനാ അച്ഛാ പോണത്? കട വീടിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അത്യാവശ്യം വേണ്ടത് ഞാൻ ഓടിപ്പോയി വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് വേണം എന്ന് അവരോട് വിളിച്ചു പറയണമെങ്കിൽ അവർ നമുക്ക് വീട്ടിൽ കൊണ്ടു തരാറുമുണ്ട്. പിന്നെ ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള എല്ലാ ഡെലിവറി ബോയ്സിന്റെയും ലാൻഡ്മാർക്ക് ഈ കട തന്നെയാണ് കേട്ടോ. ജൂൺ 3 സ്കൂളൊക്കെ തുറക്കുമല്ലേ. കുട്ടീസ് എല്ലാം ഇനി സ്കൂളിൽ പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയായിരിക്കുമല്ലേ. പുതിയ ഐറ്റംസ് എല്ലാം ഫ്രണ്ട്സിനെ കാണിക്കാനും. നമ്മള് പാരന്റ്സ് ആണെങ്കിൽ ഇനിയിപ്പോ ബാഗ് മുതല് ചെരുപ്പ്, കുപ്പി, കോട, വാട്ടർ ബാഗ് അങ്ങനെ സകല സാധനങ്ങളും വാങ്ങാനുള്ള തിരക്കിൽ നടക്കുമായിരിക്കും അല്ലേ. ഇനിയിപ്പൊ അമ്മമാർക്ക് നല്ല കുശാലായല്ലേ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കി സ്കൂളിൽ വിട്ട് തിരിച്ച് വിളിച്ചോണ്ട് വന്ന് അവർക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ കൊടുത്ത് ട്യൂഷന് വിട്ട് ഒരു ദിവസം അങ്ങനെ തീർന്ന നമുക്ക് മനസ്സിലാകത്തേ ഇല്ലല്ലേ എങ്ങനെയൊക്കെയാണെന്ന്. ഏതായാലും എനിക്ക് ഇങ്ങനെയുള്ള തിരക്കുകളിലോട്ടൊക്കെ പോകാനായിട്ട് ഇനിയും ഉണ്ട് കേട്ടോ വർഷങ്ങള്. ഹരിക്കുട്ടന് എന്തായാലും 1.5 വയസ്സല്ലേ ആയിട്ടുള്ളു. ഇന്നുണ്ടല്ലോ വൈകുന്നേരത്തെ ചായ കുടിക്ക് പകരം ഒന്ന് ഹോർലിക്സിലേക്കൊന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ടേ. ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന എനർജി ഡ്രിങ്കിങ് പൗഡറൊക്കെ നമുക്ക് എത്ര ഹെൽത്തി ആണ് അല്ലെങ്കിൽ അൺഹെൽത്തി ആണെന്നൊക്കെ പറഞ്ഞാലും ഇടയ്ക്കൊക്കെ ഇതൊന്നൊക്കെ കുടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ടല്ലേ. ഏതായാലും തണുപ്പൊക്കെ അല്ലേ, നല്ല ചൂട് ഹോർലിക്സ് കുടിക്കാന്ന് കരുതിയിരുന്നേ. ഹരിക്കുട്ടനുണ്ടല്ലോ ഇതുവരെ ഞാൻ പശുവിന്റെ പാലോ അല്ലെങ്കിൽ ഇങ്ങനെ കവറ് പാലോ ആട്ടും പാലൊന്നും കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. ഫസ്റ്റ് ടൈം എന്തെങ്കിലും കൊടുക്കാൻ പോവാ. 1.5 വയസ്സായല്ലോ. 2 വയസ്സ് വരെയൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള പാലുകളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോ എന്തായാലും ചേച്ചിമാര് കുടിക്കുന്ന കാണുമ്പോ എന്തായാലും ഹരിക്കുട്ടന് ഇത് ആവശ്യമായിട്ട് വരും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു 1-2 സ്പൂൺ കൊടുക്കാന്ന് ഞാനും കരുതി. ഇനിയിപ്പൊ സ്കൂള് തുറക്കുമല്ലേ. കുഞ്ഞുങ്ങൾക്ക് ഈസി ബ്രേക്ക്ഫാസ്റ്റോ ഇല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ പരിചയപ്പെടുത്തി തരാവേ. ആദ്യം കുറച്ച് പാലെടുക്കണേ. പച്ചപ്പാലല്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ പാല് വേണേ. അതിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഒരു തുള്ളി ഉപ്പും വേണമെങ്കിൽ ഫ്ലേവറിന് ഒരു ഏലക്കയും കൂടെ പൊടിച്ചിട്ട് കൊടുക്കാവേ. ഈ മുട്ടയുടെ കൂടെ ഈ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പം ഈ മുട്ട നല്ല ഫ്ലഫി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും വരാറുണ്ട്. ഇത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേ. നമ്മുടെയൊക്കെ മക്കൾക്ക് എപ്പം മുട്ട പൊരിച്ചു കൊടുത്താലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയേ, അവർ കുറച്ചും കൂടെ ഈസി ആയിട്ട് കഴിക്കുന്നത് കാണാം. കാരണം റഫായി പോയാൽ ഇത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോ എത്ര നേരം ഇരുന്നാലും ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. നിങ്ങൾ പാചകം ചെയ്യുമ്പോഴേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടാറുണ്ടോ? അങ്ങനെ കൂട്ടാറുള്ളവര് ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യണേ. കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ജോലികളിലൊക്കെ ഏർപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അത് അവരുടെ ബുദ്ധിവികാസത്തിനും കൂടെ നല്ലതാണ് കേട്ടോ. ഇനി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിന്റെ സ്ലൈസുകളില്ലേ ഓരോന്നും ഈ ബാറ്ററിൽ നന്നായിട്ട് മുക്കി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണേ. എന്നിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യാണ് ഒഴിക്കേണ്ടത്. നെയ്യ് ഒഴിച്ചിട്ട് ഈ സ്ലൈസുകളെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി നിരത്തി വെക്കണം. പിന്നെ ഉണ്ടല്ലോ ഈ ബ്രെഡ് ഒന്നും ഒത്തിരി മൊരിയാൻ വേണ്ടി കാത്തു നിൽക്കരുത്. വെക്കുക, അപ്പൊ തന്നെ അപ്പുറം ഇപ്പുറം ചൂടാക്കി എടുക്കുക. ഇതിന്റെ ആവശ്യമുള്ളേ. പാനിലേക്ക് വെച്ച ഈ ബ്രെഡിന്റെ സ്ലൈസുകളില്ലേ പെട്ടെന്ന് തന്നെ 2 വശവും ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അത്ര സമയം നമുക്ക് വേണ്ടുള്ളൂ. നമ്മുടെ സ്നാക്സ് റെഡിയായി. മോന് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടേ. അവനത് ഇഷ്ടമാണ്, കഴിക്കാറുമുണ്ട് കേട്ടോ. ഇനി കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള അമ്മമാരാണ് നിങ്ങളെങ്കിൽ ഓരോരോ ഷേപ്പുകളൊക്കെ ആയിട്ട് ബ്രെഡ് സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി ഇഷ്ടത്തോടെ കഴിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണേ. പിന്നെ ചില കുഞ്ഞുങ്ങളില്ലേ പാലും മുട്ടയൊന്നും കഴിക്കാത്തവര്, അവർക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോഴല്ലേ കഴിക്കാതുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ചെല്ലുമല്ലോ. അപ്പൊ ഇവിടുത്തെ കുട്ടീസിന് അതൊക്കെ ഇഷ്ടപ്പെട്ട് അവരെല്ലാം കൂടെ അങ്ങനെ ഇരുന്ന് കഴിക്കുവാണേ. അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. താങ്ക്